Hi all, today we are going to discuss fifth module, that is invariance principles and conservation laws. So under that module we are going to discuss symmetry and conservation laws. So as we all know that we have physical system, and in that physical system we have observables. So what do you mean by observables? So observable is a operator which determines quantum state by some operations. So basically observable means it's an operator. Okay, so in this physical system we have observables which can change their values, but there might be one or more physical observables which do not change with time. So this observable which do not change with time are called as constants of motion. So how it is constant means it is not changing, it is not varying with time. Hence it is called, such observables are called constants of motion. And if it is constant, then we know that the system is conserved. Hence it is called as conservation laws. So now let us see some examples of this. സോ നമ്മളൊരു ഫ്രീ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. ആ ലീനിയർ മൊമെൻറ്റം ടൈമിനെ വേരി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു സിസ്റ്റം ഒരു സ്പെരിക്കലി സിമെട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ, ഇഫ് എ സിസ്റ്റം ഇസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്പെരിക്കലി സിമെട്രിക് ഫീൽഡ്, അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ടൈമിൽ വേരി ചെയ്യും. ഓക്കെ, സോ അത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ അല്ല. അതായത് ലീനിയർ മൊമെൻറ്റം അവിടെ ഈ കേസിൽ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ അല്ല, പക്ഷേ അവിടെ ആംഗുലർ മൊമെൻറ്റമും എനർജിയും ആണ് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ആംഗുലർ മൊമെൻറ്റമും എനർജിയാണ് ഇവിടെ ടൈമിൽ വേരി ചെയ്യാത്തത്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഒബ്സർവബിൾ കോൺസ്റ്റൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻസി എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഒരു ഫിസിക്കൽ സിസ്റ്റം, അതായത് ഫിസിക്കൽ സിസ്റ്റത്തെ ഹാമിൽട്ടോണിയന് ഇൻവേരിയൻ്റ് ആവുമ്പോൾ അണ്ടർ സെർട്ടൈൻ സിമെട്രി ഓപ്പറേഷൻ, ഓക്കെ, ഒരു സെർട്ടൈൻ സിമെട്രി ഓപ്പറേഷനിൽ ഈ ഹാമിൽട്ടോണിയൻ ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം ഇൻവേരിയൻ്റ് ആവുമ്പോഴാണ് നമ്മളുടെ ഫിസിക്കൽ ഒബ്സർവബിൾ കോൺസ്റ്റൻ്റ് ആവുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളത്. സോ അത് നമ്മൾ ലേറ്റർ ഇതിൽ കാണും. ഓക്കെ, so now let's get into symmetries. So there are two types of symmetries of Hamiltonian of a physical system. So the first is geometrical symmetry and the second is dynamical symmetry. അപ്പോൾ നമുക്ക് ഈ ജോമെട്രിക്കൽ സിമെട്രി എന്താണെന്ന് ആദ്യം നോക്കാം. ഈ ജോമെട്രിക്കൽ സിമെട്രി എന്ന് പറയുന്നത് അത് സ്പേസ് ആൻഡ് ടൈമിലേക്ക് റിലേറ്റഡ് ആണ്. ഓക്കെ, സ്പേസ് ആൻഡ് ടൈം, ദർ അസോസിയേറ്റഡ് വിത്ത് സ്പേസ് ആൻഡ് ടൈം. സോ നമ്മൾ കുറേ ടൈപ്സ് ഓഫ് സിമെട്രീസ് പഠിച്ചിട്ടുണ്ട്. അതായത് റൊട്ടേഷണൽ സിമെട്രി, ട്രാൻസ്ലേഷൻ സിമെട്രി, ഇൻവേർഷൻ സിമെട്രി, റിഫ്ലെക്സ് സിമെട്രി, എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ജോമെട്രിക്കൽ സിമെട്രി, അതായത് ഈ നമ്മൾ പറയുന്ന ഈ മെയിൻ ടു സിമെട്രീസ് ആണ്. ഇതിൻ്റെയൊക്കെ സബായിട്ടാണ് മറ്റേതൊക്കെ വരിക. സോ ഈ ജോമെട്രിക്കൽ സിമെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ടൈം, ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആൻഡ് ഇൻവേർഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്താ, ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്താ, ഇൻവേർഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നത് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻസ് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇൻവേരിയൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത് ജോമെട്രിക്കൽ സിമെട്രീനെ സിമ്പിൾ വേയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എക്സ്റ്റേർണൽ സിമെട്രി എന്ന് വിളിക്കാം. ബിക്കോസ് ഇവിടെ നമ്മൾ എക്സ്റ്റേർണലി ആണ് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജോമെട്രിക്കൽ സിമെട്രീൻ്റെ സബ് കാറ്റഗറിയാണ് ഈ റൊട്ടേഷനൊക്കെ. അതിൻ്റെ താഴെ വരുന്നതാണ് ഈ റൊട്ടേഷൻ, ട്രാൻസ്ലേഷനൊക്കെ. അപ്പോൾ ഈ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് നമ്മൾ എക്സ്റ്റേർണലി അതിനെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് എക്സ്റ്റേർണൽ സിമെട്രി എന്ന് പറയാൻ കാരണം. സോ ദ സെക്കൻഡ് സിമെട്രി ഈസ് ഡൈനാമിക്കൽ സിമെട്രീസ്.
സോ നമ്മൾ ജോമെട്രിക്കൽ സിമെട്രി എക്സ്റ്റേർണൽ സിമെട്രി ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഡൈനാമിക്കൽ സിമെട്രീസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സിമെട്രിയാണ്. കാരണം ഇവിടെ ഫിസിക്കലി ഓർ എക്സ്റ്റേർണലായിട്ട് നമ്മൾ ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യേണ്ടതില്ല. ഓക്കെ, അതൊക്കെ ഡൈനാമിക്കലി ആണ് അത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഈ ഡൈനാമിക്കൽ സിമെട്രീസ് എന്ന് പറയുന്നത് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ. സോ ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് 2l+1 എന്ന് പറയുന്ന ഫോൾഡ് ഡീജനറസി ഓഫ് എനർജി ഉണ്ടല്ലോ. നമുക്കറിയാം ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ക്വാണ്ടം സിസ്റ്റമിൽ 2 or more ഡിഫറെൻറ്റ് മെഷറബിൾ സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഡീജനറേറ്റ് ആവുമെന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ ഫോൾഡ് ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേറ്ററിന് ഡിഫറെൻറ്റ് ഐഗൻ ഫങ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ സെയിം ഐഗൻ വാല്യൂസാണ് കിട്ടണമെങ്കിൽ ആ നമ്മൾ അങ്ങനത്തെ ഒരു ഐഗൻ വാല്യൂവിനെയാണ് നമ്മൾ ഫോൾഡ് ഡീജനറസി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ 2l+1 ഫോൾഡ് ഡീജനറസി ആണ് ഈ എനർജി ലെവലിലുള്ളത്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ആംഗുലർ മൊമെൻറ്റമിൽ അസോസിയേറ്റഡ് ആണ്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റമാണ് ഈ സ്മോൾ എൽ. അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം എല്ലിൻ്റെ വാല്യൂസ് സെയിം ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡൈനാമിക്കൽ സിമെട്രി എന്ന് പറയണത്. അതേപോലെ ഈ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മോഷൻ എന്ന് പറയണമെങ്കിൽ സെൻട്രൽ ഫീൽഡായിരിക്കും ഇതിൻ്റെ മോഷൻ, വിച്ച് ഇസ് സിലിണ്ട്രിക്കൽ സിമെട്രി ഓഫ് എ സെൻട്രൽ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ എന്ന് പറയുന്നത് ഈ സ്പേസ് ടൈം സിമെട്രീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്പേസ് ടൈം സിമെട്രി എന്ന് പറയുമ്പോൾ അതായത് ജോമെട്രിക്കൽ സിമെട്രിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്പേസ് ടൈം സിമെട്രി ആൻഡ് അതിനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കൺസർവേഷൻ ലോസിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നൗ സപ്പോസ് ഇഫ് യു കൺസിഡർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ ക്യാപ്പ്. അപ്പോൾ നമുക്കറിയാം d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഈ d/dt ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം ആംഗിൾ ബ്രാക്കറ്റ്, അതായത് ഈ ആംഗിൾ ബ്രാക്കറ്റിൽ എന്ന് എഴുതിയത് അതിനാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞ് റീഡ് ചെയ്യണം. ഓക്കെ, സോ ഈ എക്സ്പെക്റ്റേഷൻ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആണ്, അതുകൊണ്ടാണ് അത് ഈക്വൽ ടു 0. സോ അങ്ങനെ ആവുകയാണെങ്കിൽ എന്താ? ഈ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയനായിട്ട് കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കമ്മ്യൂട്ട് ആവുമ്പോഴാണ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ഉണ്ടാവുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു, അതായത് അബ്സർവബിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ എപ്പോഴാണ് ആവുക? വെൻ ഇറ്റ് ഡസൻറ്റ് വേരീസ് വിത്ത് ടൈം. ഓക്കെ, അതായത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് വേരിങ് വിത്ത് ടൈം അപ്പോഴാണ് ഈ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആവുന്നത്. ഓക്കെ, സോ അങ്ങനെ ആവുകയാണെങ്കിൽ അവിടെ ഈ നമ്മളുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ നമ്മളിവിടെ എ ഹെർമീഷ്യൻ എടുത്തു. ഏത് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഓപ്പറേറ്റർ നമ്മളുടെ ഹാമിൽട്ടോണിയനായിട്ട് കമ്മ്യൂട്ട് ആവണം. ഇങ്ങനെ കമ്മ്യൂട്ട് ആവുകയാണെങ്കിൽ മാത്രമേ അബ്സർവബിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയനായിട്ട് കമ്മ്യൂട്ട് ആവുകയാണെങ്കിൽ അവിടെ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആ യൂണിറ്ററി ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് യു സബ്സ്ക്രിപ്റ്റ് എ ക്യാപ്പ്. സോ ഈ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ യു എ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ യു സബ്സ്ക്രിപ്റ്റ് എ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു e⁻⁻i എപ്സിലോൺ എ ക്യാപ്പ്. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - i എപ്സിലോൺ എ ക്യാപ്പ്. അതായത് ഇത് അത്രയും സ്മോളാണ്. യൂണിറ്ററി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഇവിടെ എപ്സിലോൺ അത്രയും സ്മോളാണ്. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? റിയൽ പാരാമീറ്റർ ആണ് ഇവിടെ. അപ്പോൾ ഈ എപ്സിലോൺ ഇറ്റ് മേ ബി സ്കേലാർ ഓർ വെക്റ്റർ. അത് ഏതിന് പ്രകാരമാണ് സ്കേലാറും വെക്റ്ററും ആവണതെന്ന് വെച്ചാൽ നമ്മളുടെ എ സ്കേലാർ ആണെങ്കിൽ, അതായത് നമ്മളുടെ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ സ്കേലാർ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ അക്കോർഡിംഗ്ലി ഈ എപ്സിലോൺ എന്ന് പറയുന്നത് സ്കേലാർ ആയിരിക്കും. പക്ഷേ ഈ എ എന്ന് പറയുന്നത് വെക്റ്റർ ആണെങ്കിൽ ഈ എപ്സിലോൺ വെക്റ്റർ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ്ലി ടു എ, ദറ്റ് ഈസ് ഹെർമീഷ്യൻ വെക്റ്റർ.
if epsilon is scalar or vector, or if A is scalar or vector, then the epsilon is scalar or vector. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അതായത് എ കമ്മ്യൂട്ട്സ് എച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഞാൻ എ കമ്മ്യൂട്ട്സ് എച്ച് എന്ന് പറയുമ്പോൾ എന്താ, ആ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എ കൊമ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടില്ലേ, അതിനെ റീഡ് ചെയ്യുന്നതാണ് എ കമ്മ്യൂട്ട്സ് എച്ച് എന്ന്. അപ്പോൾ ഈ എ കമ്മ്യൂട്ട്സ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ യു എ കമ്മ്യൂട്ട്സ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഓപ്പറേറ്റർ ഒരു ഹാമിൽട്ടോണിയനിലേക്ക് കമ്മ്യൂട്ട് ആവുകയാണെങ്കിൽ അവിടെ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ഉണ്ടാവുന്നു. അപ്പോൾ യു എ കമ്മ്യൂട്ട്സ് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, യു എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് യു എ. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ യു എ ഡാഗർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും നമുക്ക് എന്ത് കിട്ടും, യു എ എച്ച് യു എ ഡാഗർ ഇസ് ഈക്വൽ ടു എച്ച് യു എ ഡാഗർ. അപ്പോൾ ഈ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻസ് സെയിം, അതങ്ങനെ അവിടെ നിൽക്കും. പക്ഷേ ആർ എച്ച് എസിൽ ചേഞ്ച് വരും, കാരണം അവിടെ യു എ ഡാഗർ ഉണ്ട്. അപ്പോൾ ഈ യു എ ഡാഗർ എന്ന് പറയുന്നത് 1 ആണ്, ബിക്കോസ് യു എ ഈസ് യൂണിറ്ററി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇക്വേഷൻ, യു എ എച്ച് യു എ ഡാഗർ ഇസ് ഈക്വൽ ടു എച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ എൽ എച്ച് എസിൽ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് ഹാമിൽട്ടോണിയനിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാമിൽട്ടോണിയനിലേക്ക് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഈ ഹാമിൽട്ടോണിയനിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഹാമിൽട്ടോണിയൻ റിമെയിൻസ് സെയിം. So in this equation under unitary transformation where H remains same, so such transformations are called as symmetry transformation. അപ്പോൾ നമ്മളുടെ ഈ മോഷൻ ഓഫ് എ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ മോഷൻ ഓഫ് എ സിസ്റ്റം, നമ്മളുടെ ഈ അബ്സർവബിൾ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എ എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെങ്കിൽ, അപ്പോൾ എന്താ, ഈ ഹാമിൽട്ടോണിയൻ ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം അതെന്തായിരിക്കും, ഇൻവേരിയൻ്റ് ആയിരിക്കും അണ്ടർ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. അതായത് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഹാമിൽട്ടോണിയൻ എന്തായിരിക്കും, ഇൻവേരിയൻ്റ് ആയിരിക്കും, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ എ, അതായത് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസിനാണ് നമ്മൾ സിമെട്രി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. So this was a little information about symmetries and conservation laws. So hope you all understood, and thank you.